പിറ്റേ ദിവസത്തെ ഫുട്പാത്ത് മേളയുടെ മുന്നൊരുക്കങ്ങൾ തലേദിവസം തന്നെ വൈഫും മോളും കൂടെ തകൃതിയായിട്ട് തുടങ്ങിയിരുന്നു. അവർ തന്നെയാണ് ബോർഡൊക്കെ തയ്യാറാക്കുന്നത് അവർ തന്നെയാണ്. പൊതുവേ ഞാനൊരു മടിയനായതുകൊണ്ട് ഞാനെല്ലാ നിർദ്ദേശങ്ങൾ കൊടുക്കാറേ ഉള്ളൂ. ബാക്കി ഉറക്കവും ഊണും എല്ലാം കളഞ്ഞ് വർക്ക് ചെയ്യുന്നത് എൻ്റെ വൈഫും ഇളയ മോളുമാണ്. എൻ്റെ എഡിറ്റർ കം സെക്രട്ടറി എല്ലാം ഇളയവളാണ്. ബാക്കി കംപ്ലീറ്റ് സപ്പോർട്ട് എല്ലാം വൈഫും. ഇതാണ് നമ്മുടെ സാരഥി പ്രവീണിൻ്റെ വണ്ടി തലേദിവസം ഞങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കി വീട്ടിൽ നേരെ കൊണ്ടിട്ടിരുന്നു. രാവിലെ തന്നെ പ്രവീണെത്തി. തലേദിവസത്തെ വെള്ളമുടിയുടെ ഒരു ഹാങ് ഓവർ നമുക്ക് രണ്ടുപേർക്കുണ്ടെങ്കിലും രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് നിൽക്കുകയാണ്. ഇന്നെന്തെങ്കിലും സംഭവിക്കും എന്നൊരു പ്രതീക്ഷ പ്രവീണിനുമുണ്ട്. പ്രവീണും ആത്മാർത്ഥമായിട്ട് തന്നെ നിൽക്കുകയാണ് എന്നോടൊപ്പം. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ചറപറ എല്ലാം വലിച്ചു കയറ്റി. എല്ലാണ്ട് ഷൂ ഉണ്ട്, ചെരുപ്പുണ്ട്, പിന്നെ റെയിൻകോട്ടിൻ്റെ കുറേ ബാക്കിയുണ്ട്, കുറച്ച് 150 രൂപ കുടകൾ, കുറച്ച് മറ്റുള്ള കുടകൾ, വലിയ കുടയും. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത്. പിന്നെ യാത്രകളിൽ തീരുമാനങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നു. ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ ഇവിടെ തിരുമല ഭാഗത്ത് ആദ്യം കാട്ടാക്കട ഇടുമെന്ന് പറഞ്ഞിരുന്നു. അത് പിന്നെ മാറ്റി തിരുമലയാക്കി. പക്ഷേ ഞങ്ങൾ കൊണ്ടുവന്ന് സ്റ്റാൻഡ് സംഭവം ഞങ്ങൾ പരിപാടി തുടങ്ങിയത് കുണ്ടാങ്കടവിലായിരുന്നു. കുണ്ടാങ്കടവ് പാലത്തിനിപ്പുറം. അപ്പോൾ സംഗതി ലോഡിങ് തകൃതിയായിട്ട് നടക്കുകയാണ്. പ്രവീണും ചാടിച്ചാടി നിൽക്കുന്നുണ്ട്. ഇന്ന് എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ ഇന്ന് എന്തായാലും നമ്മൾ കുറച്ച് കാശ് കൊണ്ടുവരും എന്നുള്ളൊരു വാശിയിലാണ്. തീർച്ചയായിട്ടും ഞങ്ങളവിടെ വീടിനവിടെ ഞങ്ങൾ കച്ചവടം നടത്തിയപ്പോൾ നല്ല നേട്ടമായിരുന്നു. ആ പ്രതീക്ഷയിൽ ഈ സംഭവം ഇത് കാണുമ്പോഴേക്കും ഞാൻ പോൾ വാൾട്ടിനെങ്ങാണ്ട് പോവുകയാണെന്ന് തോന്നും. സംഭവം പോൾ വാൾട്ടല്ല, അത് സംഭവം ഞാൻ ഷീറ്റ് ഇടാനുള്ള പെട്ടെന്ന് പാക്ക് ചെയ്യാനായിട്ട് എൻ്റെ ടെക്നോളജിയാണ്, എൻ്റെ അതിബുദ്ധിയിൽ വിരിഞ്ഞ ചില ഐഡിയാസൊക്കെയാണ്. അപ്പോൾ ഈ സംഭവം അതിനിടയിൽ എൻ്റെ ഒരു സുഹൃത്ത് ഓടി വന്നു, നമ്മുടെ അജി. അപ്പോൾ അജിയും യാത്ര പറഞ്ഞു. മംഗളങ്ങൾ നേർന്നുകൊണ്ട് അജിയും വിട്ടുപോയി. സംഭവം എന്തിനാണെങ്കിലും ഞാൻ എന്തൊക്കെ ചെയ്യും എന്നൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും, പ്രധാനമായിട്ട് എൻ്റെ വീട്ടുകാർ. അപ്പോൾ എനിക്ക് എവിടെ പോയാലും പെട്ടെന്ന് തന്നെ റെഡിമെയ്ഡ് കടകളുണ്ട്, പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റുന്ന സംഭവങ്ങൾ. അത് ഇത്രയേ ഉള്ളൂ, ഒരു 2 സ്റ്റാൻഡും ഒരു ഇരുമ്പിൻ്റെ കോലും അല്ല പൈപ്പും. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കയറ്റി അവിടെ കൊണ്ടുപോയി എന്തിനാണെങ്കിലും വർണ്ണാഭമായി കച്ചവടം നടത്തണം എന്നൊക്കെയാണല്ലോ ഐഡിയ. അപ്പോൾ സാധനങ്ങൾ എല്ലാം തയ്യാറാക്കി എല്ലാം വലിച്ചു കയറ്റി ഓടി വന്നു. ആ സംഭവം വൈഫും മോളും കൂടെ കഷ്ടപ്പെട്ടിരുന്ന് എഴുതിയ ബോർഡാണ്. ഈ ബോർഡാണ് എൻ്റെ സത്യം പറഞ്ഞ എൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും തീരുമാനിക്കുന്നതുമായൊരു സാധനം. അപ്പോൾ ബോർഡിന് ഇതിൽ അവിഭാജ്യ ഒരു സ്ഥാനമുണ്ട്. സംഭവം എന്ത് തന്നെയാണെങ്കിലും പരിപാടി തുടങ്ങി. പോയി കുറേ നേരം അവിടെ ഇരുന്നു. അങ്ങനെയൊക്കെ നോക്കിയൊക്കെ ഇരുന്നപ്പോഴേക്കും പിള്ളേർ വന്നു തുടങ്ങി. അപ്പോൾ പിള്ളേർ വന്നപ്പോഴേക്കും എനിക്കൊരു പ്രതീക്ഷ വന്നു. കാരണം ഇവരാണല്ലോ നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇവരെ എങ്ങനെ സെറ്റപ്പ് ആവുന്നു, ഇവർക്ക് എങ്ങനെ താല്പര്യം ഉണ്ടാകുന്നു, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ അവരെ ഇമ്പ്രസ് ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കുകയാണ്. ഞാൻ അവരോട് പലതും പറയുന്നുണ്ട്. ഇവിടെ സംഗതി ജീപ്പ് വിലയൊക്കെ ആണെങ്കിലും ഇത് അമേരിക്കയിൽ നിന്നോ ചൈനയിൽ നിന്നോ ദുബായിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന എന്തോ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കുന്ന ഭീകരമായ സാധനമാണ് എന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ട്. ഇതെല്ലാം എത്രയോ കണ്ടിരിക്കുന്ന അവർ മനസ്സിൽ ചിരിയോടെ തീർച്ചയായിട്ടും എൻ്റെ കാര്യങ്ങളെല്ലാം കേട്ട് അതൊക്കെ മൂളുന്നുണ്ട്. അപ്പോൾ സംഭവം അവർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയോ എന്ന് എനിക്കും ഒരു സംശയമായി തുടങ്ങി. എനിക്കും താല്പര്യം കൂടി തുടങ്ങി. തീർച്ചയായിട്ടും ഞാനും ഇൻട്രസ്റ്റിലാണ്. പക്ഷേ എന്നാലും സംഗതി ഇഴഞ്ഞിഴഞ്ഞ് പോകുന്നു. കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് നടന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ സെലക്ഷനില്ല, അവർ ചോദിക്കുന്ന ചെരുപ്പുകളില്ല. അതൊരു വലിയൊരു വിഷയമാണ്. സംഭവം ചെരുപ്പുകളെന്നുണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് അത്രത്തോളം സെയിൽ നടന്നത്. അന്ന് ചെരുപ്പ് ഫാൻസി, പിന്നെ ബാക്കി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നല്ല സെയിലായിരുന്നു. അന്ന് ഞാൻ വീട്ടിൽ വെച്ച് ഞാൻ ഫേസ്ബുക്കിലൊക്കെ പരസ്യം കൊടുത്തിട്ട് ചെയ്തപ്പോൾ വളരെ നല്ലൊരു സെയിലായിരുന്നു, അടിപൊളി സെയിലായിരുന്നു. അപ്പോൾ പക്ഷേ ഇത് സംഭവം കൂടുതലും ഷൂ കളക്ഷൻ മാത്രമേ ഉള്ളൂ. അതും കുറഞ്ഞ ഷൂ ആണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ ആദ്യം 4 ജോഡി 1000, 5 ജോഡി 1000 ഇതെല്ലാം ഞാൻ പറഞ്ഞു നോക്കി. രക്ഷയില്ല എന്ന് കണ്ട് ഞാൻ പതിയെ ആ പ്ലേറ്റ് മാറ്റി ഓരോന്നും 250 രൂപ എന്ന റേഞ്ചിൽ കൊടുക്കുകയാണ്. അപ്പോൾ ക്രോക്സിൻ്റെ ചെരുപ്പൊക്കെ ഞാൻ വെറും 140 രൂപ എന്ന് പറഞ്ഞപ്പോഴേക്കും അവർക്ക് താല്പര്യം തോന്നുന്നുണ്ട്. അപ്പോൾ പക്ഷേ എന്നിട്ടും സംഗതി അങ്ങോട്ട് സെയിലങ്ങ് ആകുന്നില്ല. അപ്പം ഞാൻ അതിന് വേണ്ടി നന്നായിട്ട് അവരെ ഇമ്പ്രസ് ചെയ്യുകയാണ്. അവർ പതിയെ എൻ്റെ ചാലിലേക്ക് വീഴുന്നു തുടങ്ങിയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാനും വളരെ ഹാപ്പിയാണ്. പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. നടക്കും, എന്തെങ്കിലും മിക്കവാറും നടക്കുമായിരിക്കും. അതാ കാശെടുക്കുന്നുണ്ട്. ഓക്കെ,
ഹാപ്പിയായി. അവരുടെ കാര്യത്തിൽ ഞാൻ വിജയിച്ചു. ചെറിയൊരു പ്രതീക്ഷ വന്നു തുടങ്ങി. അടുത്തിനി ഇമ്പ്രസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ലേഡീസിനെയാണ്. പക്ഷേ ലേഡീസിനെ ഇമ്പ്രസ് ചെയ്യാനുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിലില്ല. ചെരുപ്പുകൾ തന്നെ ഇല്ല. ഞാനത് ആദ്യമേ പറഞ്ഞു. പക്ഷേ അവർക്ക് എന്നാലും വിലയൊക്കെ കേട്ടപ്പോഴേക്കും അവർക്കൊരു താല്പര്യമുണ്ട്. അപ്പോൾ അവർ ബാക്കി എന്തെങ്കിലും എടുക്കാം എന്നുള്ളതിലാണ്. പയ്യന്മാർ വീണ്ടും പോയിട്ടില്ല. അവർക്ക് ഇനി എന്തെങ്കിലും വാങ്ങണമെന്നുണ്ട്. പക്ഷേ സാമ്പത്തികമാണ് പ്രശ്നം. സ്ഥിരമായിട്ട് അവർ ഇവിടെ ഉണ്ടാകുമോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു സ്ഥിരതയില്ലല്ലോ. എൻ്റെ പ്ലാനുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ ചിലപ്പോൾ ഐഡിയ കിട്ടില്ല. എന്നാലും ഞാൻ അവരോട് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഞാനിവിടെ തന്നെ വരാൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ ഈ സംഭവം അറിഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് മഹേഷ് ഭായ്, നമ്മുടെ സിറ്റിയിൽ ഓട്ടോ ഓടിക്കുന്ന മഹേഷ് ഭായ് വന്നു. മഹേഷ് ഭായ് കരുതി എന്തെങ്കിലും വാങ്ങിച്ച് എന്നെ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ മഹേഷ് നോക്കുകയാണ് എന്ത് വാങ്ങാനുണ്ട്. മഹേഷ് നോക്കിയപ്പോഴേക്കും സംഭവം 150 രൂപ കുടകൾ. അങ്ങനെയൊക്കെ നോക്കി നിന്നപ്പോഴേക്കും അടിപൊളി ഒരു സ്പോർട്സ് മാൻ കിട്ടില്ല. പിന്നെ ഞാൻ കറങ്ങിപ്പോയ ഒരേ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇഞ്ചുകാർക്ക് ഉള്ള സാധനം എൻ്റെ ഇല്ലാതെ പോയി. വന്നതെല്ലാം ഒട്ടുമുക്കാലും 10 ഇഞ്ചുകാരായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ക്ഷമ പറഞ്ഞു. ഇനി വരുമ്പോഴേക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ 10 ഇഞ്ച് സൈസുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ധൈര്യമായിട്ട് വരണമെന്നൊക്കെ പറഞ്ഞ് അവരെ യാത്രയാക്കി. വീണ്ടും വീണ്ടും ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു തിക്കോ തിരക്കോ ഒന്നും കാണുന്നില്ല. എല്ലാം ഇഴഞ്ഞു പോകുന്നു. സംഭവം വരുന്നവർ നോക്കുന്നുണ്ട്. പക്ഷേ ഷൂ എന്ന് പറയുമ്പോൾ ആകെപ്പാടെ ഒരു റബ്ബർ ഷൂ ഉണ്ട്, പിന്നെ ഒരു ഓപ്പൺ ഷൂ, ഒരു നോർമൽ ഷൂ. അപ്പോൾ ഷൂവും സെലക്ഷൻ ഇല്ല. പക്ഷേ സംഭവം വില കേട്ടിട്ട് എല്ലാവർക്കും വാങ്ങണമെന്നുമുണ്ട്. അത്യാവശ്യം ചിലർ വാങ്ങുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു ഉത്തരമായിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഉത്തരം എൻ്റെ ആ ചുണ്ടുകൾ കാണുന്നത് പോലെ ഊഞ്ഞാല ഊഞ്ഞാല ആണ്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും വീണ്ടും കുറേ സാധനങ്ങൾ കൂടെ ഇറക്കി ഞാൻ പൊളിക്കും. താങ്ക് യു.